ഇസ്ലാമിക പുതുവർഷത്തിന്റെ ആദ്യ മാസമായ മുഹറം വളരെ പവിത്രമായ മാസമാണ്. ഈ മാസത്തിലെ 10-ാം ദിവസമായ ആശുറ ദിനം ഇസ്ലാമിക ചരിത്രത്തിൽ അതീവ പ്രാധാന്യമുള്ള ദിവസമാണ്. പരിശുദ്ധമായ മുഹറം 10ന്റെ പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ചിലതാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ആദം നബി അലൈഹിസ്സലാമിനെ തൗബ സ്വീകരിച്ചു കൊടുത്ത ദിവസം മുഹറം 10നാണ്. മൂസാ നബി അലൈഹിസ്സലാമിന് തൗറാത്ത് ഇറക്കപ്പെട്ട ദിവസവും മുഹറം 10നാണ്. അതുപോലെ തന്നെ അള്ളാഹു മൂസാ നബി അലൈഹിസ്സലാമിനെയും അദ്ദേഹത്തിന്റെ സമൂഹത്തെയും രക്ഷിക്കുകയും ഫിർഔനെയും അവന്റെ സൈന്യത്തെയും നശിപ്പിക്കുകയും ചെയ്ത ദിവസമായി മുഹറം 10 അറിയപ്പെടുന്നു. സുലൈമാൻ നബിക്ക് രാജാധികാരം നൽകിയ ദിവസം, ഇദ്രീസ് നബി അലൈഹിസ്സലാമിന് ഉന്നത സ്ഥാനം നൽകിയ ദിവസം, യാക്കൂബ് നബി അലൈഹിസ്സലാമിന് കാഴ്ചശക്തി തിരിച്ചു നൽകിയ ദിവസം, അങ്ങനെ ധാരാളം മഹത്വങ്ങളേറിയ ദിവസമാണ് മുഹറം 10. നൂഹ് നബി അലൈഹിസ്സലാമിനെ വെള്ളപ്പൊക്കത്തിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തിയതും മുഹറം 10നാണ്. യൂസഫ് നബി അലൈഹിസ്സലാമിനെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചതും മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അഗ്നിയിൽ നിന്നും രക്ഷപ്പെടുത്തിയതും മുഹറം 10നാണ്. അതുപോലെ അയ്യൂബ് നബിക്ക് സകല പ്രയാസങ്ങളും അള്ളാഹു നീക്കിക്കൊടുത്തതും യൂനസ് നബി അലൈഹിസ്സലാമിനെ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയതും മുഹറം 10നാണ്. ഇതുപോലെ ധാരാളം പ്രത്യേകതകൾ ഉള്ള ദിവസമാണ് മുഹറം 10. ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ആദ്യമായി മഴ വർഷിച്ചതും ആദ്യമായി ഭൂമിയിലേക്ക് അള്ളാഹു റഹ്മത്ത് ഇറക്കിയതും മുഹറം 10നാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ ഒരു ദോഷവും ചെയ്തിട്ടില്ല. എന്നിരുന്നാലും നബിയുടെ ജീവിതത്തിൽ നിന്നും എല്ലാ ന്യൂനതകളും കഴുകിക്കളഞ്ഞതും മുഹറം 10നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മുഹറം 10 ആശുറ ദിനത്തിലെ നോമ്പ് കഴിഞ്ഞ ഒരു വർഷത്തെ ചെറിയ പാപങ്ങൾ പുറത്തു തരും. അതിനാൽ ഈ ദിവസം നോമ്പ് എടുക്കുന്നത് വലിയ പുണ്യമുള്ള ഒരു സുന്നത്താണ്. ഒരിക്കൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെത്തിയപ്പോൾ അവിടുത്തെ യഹൂദന്മാർ ആശുറ ദിവസം നോമ്പ് അനുഷ്ഠിക്കുന്നതായി കണ്ടു. അതിന്റെ കാരണം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇത് അള്ളാഹു മൂസാ നബിയെയും അദ്ദേഹത്തിന്റെ സമൂഹത്തെയും രക്ഷിക്കുകയും ഫിർഔനെയും അവന്റെ സൈന്യത്തെയും കടലിൽ മുക്കി നശിപ്പിക്കുകയും ചെയ്ത ദിവസമാണ്. അതിന്റെ സന്തോഷപൂർവമായി ഞങ്ങൾ മുഹറം 10 നോമ്പെടുക്കുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൂസാ നബിയോട് ഏറ്റവും കൂടുതൽ അവകാശമുള്ളവർ ഞങ്ങളാണ്. അതുകൊണ്ട് യഹൂദന്മാരിൽ നിന്ന് വ്യത്യസ്തമാകാൻ വേണ്ടി മുഹറം 9നും മുഹറം 10നും ഒരുമിച്ച് നോമ്പനുഷ്ഠിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ദിവസം നോമ്പ് അനുഷ്ഠിക്കുകയും മുസ്ലിങ്ങളോട് അതിന് പ്രോത്സാഹനം നൽകുകയും ചെയ്തു. മുഹറം 10ന്റെ ദിവസം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അള്ളാഹുവിൽ പൂർണ്ണമായി ആശ്രയിക്കുക, സത്യത്തിനു വേണ്ടി ത്യാഗം സഹിക്കുക, നന്ദിയുള്ളവരാകുക, നോമ്പും ഇബാദത്തും വർദ്ധിപ്പിക്കുക, പാപങ്ങളിൽ നിന്ന് തൗബ ചെയ്യുക. മുഹറം 10ന്റെ ദിവസം വെറും ഒരു ചരിത്ര ദിവസമല്ല, വിശ്വാസത്തിന്റെ, ക്ഷമയുടെ, ത്യാഗത്തിന്റെ, അള്ളാഹുവിലുള്ള പൂർണ്ണ ആശ്രയത്തിന്റെ മഹത്തായ സന്ദേശമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ നിന്ന് അള്ളാഹുവിന്റെ സഹായത്തിലുള്ള വിശ്വാസവും നമുക്ക് പഠിക്കാം. ഈ ആശുറ ദിനത്തിൽ നാം കൂടുതൽ ഇബാദത്തുകളിലും ദുആകളിലും മുഴുകുകയും പാപങ്ങളിൽ നിന്ന് തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങുകയും ചെയ്യണം. ഈ ദിനത്തിന്റെ മഹത്വം മനസ്സിലാക്കി അതിന്റെ അനുഗ്രഹങ്ങൾ നേടാൻ അള്ളാഹു നമ്മൾക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.